അങ്ങനെ ദേ വൈകിട്ടായപ്പോൾ പുറത്തിറങ്ങി നടന്നതാട്ടോ നമ്മുടെ ചെടിത്തോട്ടത്തിലേക്കൊക്കെ ഒന്ന് പോയി നോക്കിയതാണ്. അപ്പോൾ ദേ നമ്മുടെ ആകാശമല്ലി നല്ല അടിപൊളിയായിട്ട് പൂവിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ വർഷത്തെ വിത്ത് ഇങ്ങനെ ഒരു ഏരിയയിൽ മാത്രമായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാതും നല്ല പോലെ വലുതായി, ശരിക്കൊരു പൂന്തോട്ടം തന്നെ പറയാം. അതെല്ലാം കൂടെ ഇങ്ങനെ കട്ടതിങ്ങി നിൽക്കുകയാണ്. അപ്പോൾ നല്ലോണം പൂവുണ്ടാവുന്നുണ്ട്. നമുക്ക് ഓണത്തിനൊക്കെ അത്തപ്പൂക്കളൊക്കെ ഇടാനായിട്ടുള്ള ആവശ്യത്തിനുള്ള പൂക്കളൊക്കെ ആയി വരുന്നുണ്ട്. ഈ ചെടി കുറേ നാൾ നിൽക്കും കേട്ടോ. നമുക്ക് ഇതിൻ്റെ കളർ ചേഞ്ചൊക്കെ ഉണ്ടായിരുന്നു, ഒരു പിങ്ക് ഷെയ്ഡ് കിട്ടിയിരുന്നു നമുക്ക്. അങ്ങനെ ഇതൊക്കെ നോക്കി നടക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ഓൺലൈൻ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഫോണോ. അപ്പോൾ നമ്മുടെ ഫോൺ കിട്ടിയിട്ടുണ്ട്. കുറേ നാളായി ഓർഡർ ചെയ്തിട്ട്, 3-4 ദിവസം കഴിഞ്ഞിട്ട് കിട്ടും എന്നൊക്കെ പറഞ്ഞതാണ്. ഇപ്പോൾ 2 ആഴ്ച ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്ലിപ്പ്കാർട്ടിലാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ ഫോണിൻ്റെ ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആയിരുന്നു, നിലത്ത് വീണ് പൊട്ടി ആകെ നാശമായി. അപ്പോൾ സാംസങ്ങിൻ്റെ ഫോണാട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല. നമുക്ക് അത്യാവശ്യം നോർമൽ ബഡ്ജറ്റായിരുന്നു, ഒരു 10,000 ഒക്കെ താഴെ വരുന്നൊരു ഫോണാണ്. നമുക്കിപ്പോൾ തൽക്കാലം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാട്ടോ. അത്യാവശ്യം ക്യാമറ ഒക്കെ നോക്കുമ്പോൾ അത്യാവശ്യം ക്ലാരിറ്റി ഒക്കെ കാണുന്നുണ്ട്. നമുക്കിനി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി കൂടുതൽ മനസ്സിലാവുള്ളൂ. അങ്ങനെ നമ്മുടെ ഫോൺ ഏതായാലും ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ ഓപ്പൺ ചെയ്തപ്പോൾ ഇതിൽ നമ്മുടെ കേബിൾ ഉണ്ടായിരുന്നു ചാർജ് ചെയ്യേണ്ടത്, അഡാപ്റ്റർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം ചാർജ് ചെയ്യാൻ പറ്റില്ല, ഒരു അധികം ചാർജ് ഉണ്ടായില്ല, 10-20% ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഏതായാലും ചാർജർ മേടിക്കണം എന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ സ്ക്രീൻ കാർഡും ഒട്ടിക്കണം. കഴിഞ്ഞ പ്രാവശ്യം സ്ക്രീൻ കാർഡ് ഒട്ടിച്ചില്ല, അതാണ് ഏറ്റവും പറ്റിയ അബദ്ധം. കാരണം അത് നിലത്തുകൂടി ആകെ പൊട്ടി. അങ്ങനത്തെ നമ്മൾ ചാർജർ പോയി മേടിച്ചു കേട്ടോ വേഗം തന്നെ. കേബിൾ മാത്രമേ ഇതിലുണ്ടായിരുന്നുള്ളൂ. സി ടൈപ്പിൻ്റെ കാരണം നമ്മുടെ വീട്ടിലുള്ള ചാർജർ ഒന്നും മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഏതായാലും ചാർജർ പോയി മേടിച്ചു. തൽക്കാലത്തിന് ഒരു ചെറിയ ചാർജർ മേടിച്ചു കേട്ടോ, അധികം റേറ്റ് ഒന്നും ഇല്ലാണ്ട്. പിന്നെ ഒരു ഫോൺ കവറും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി കവറിൻ്റെ കുറവുകൊണ്ട് ഫോണിനൊരു കേട് സംഭവിക്കേണ്ടെന്ന് വിചാരിച്ച് നമ്മൾ ഫോൺ ഓർഡർ ചെയ്ത അപ്പോൾ തന്നെ കവർ ഓർഡർ ചെയ്ത് തന്നു കേട്ടോ. അപ്പോൾ അതേ കവറും ഫോണും ഒരുമിച്ച് തന്നെ കേട്ടോ വന്നത്. അങ്ങനത്തെ കവർ ഞങ്ങൾ പ്ലെയിൻ കവറാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് അതും ഒന്ന് നോക്കി, അതിന് ശേഷം ഫോണിന് നമ്മുടെ കവറൊക്കെ ഇടിച്ചു കൊടുത്തു കേട്ടോ. അല്ലെങ്കിൽ ഫോൺ കവറൊക്കെ നമ്മൾ ഫോൺ കിട്ടിയ 1 മാസത്തിനുള്ളിലൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തലൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് അന്ന് തന്നെ നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തി, അതിന് 2 ഒരുമിച്ച് കിട്ടി. അങ്ങനെ വൈകുന്നേരമായപ്പോൾ 2 നമ്മുടെ സമൂസ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ തന്നെ വറക്കുന്ന കേട്ടോ, അത് കാരണം ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ വേഗം പോയി ചായയൊക്കെ വെച്ച് അതുപോലെ തന്നെ നമ്മുടെ സമൂസയും കൂട്ടി കഴിച്ചു കേട്ടോ. അപ്പോൾ ഈവനിങ് സ്നാക്ക് അങ്ങനെ റെഡി. പിന്നെ പുറത്ത് പോയപ്പോൾ 2 ലേസും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ലേസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചത്. അതൊക്കെ പൊട്ടിച്ച് നമ്മൾ ഇറയത്തൊക്കെ ഇരുന്ന് ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അങ്ങനെ അതൊക്കെ പൊട്ടിച്ച് അങ്ങനെ കഴിക്കുകയായിരുന്നു നമ്മൾ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ.